ഈ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മീറ്റിംഗിനെ അനുഗ്രഹിച്ച് ഔദ്യോഗികമായി ഞങ്ങൾ ഇതിനെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആ നക്ഷത്രത്തെ പോലെ വഴികാട്ടിയായി മാറും. കള്ളം പറയുന്നത് ശരിയാണോ സൂസി? വർഷങ്ങളായി XLVBS ആണ് നടത്തുന്നത്. ഈ വർഷത്തെ ചിന്താവിഷയവും പാട്ടുകളും എല്ലാം വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ആസ്വദിക്കാൻ പറ്റി. അപ്പം ഒന്നാമത്തെ ദിവസമാണ്, വരുന്നതേ ഉള്ളൂ. ഇതുവരേക്കും ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും എല്ലാം അടിപൊളിയായിരുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു, നമ്മളെല്ലാവരും ഇവിടെ വന്നതിൻ്റെ ഒരു റീസണുണ്ട്. ഒറ്റ റീസണാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ റീസൺ എന്താണെന്ന് പറയാമോ? ആരോ പറഞ്ഞല്ലോ, ഉറക്കെ പറ. കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തെ എത്തിക്കുക. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടാവും? ഒരൊറ്റ കാര്യമാണ്, ദൈവത്തിൻ്റെ കരുണ. യേശു ഈ ഭൂമിയിലേക്ക് വരാൻ ഒറ്റ കാരണമാണ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു? യെസ്, സ്നേഹം. നല്ലൊരു കഴിവെടുത്തു, നല്ലൊരു സ്നേഹമാണ് യേശുവിനെ ഇവിടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മളിവിടെ വന്നത് ആ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്, പങ്കിടാൻ വേണ്ടിയാണ്. ഇപ്പം 4 പദങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. ഉറക്കെയൊന്ന് പറയണം. ദൈവസ്നേഹം ഉയർന്നത്, ദൈവസ്നേഹം വലിയത്, ദൈവസ്നേഹം ആഴമത്, ദൈവസ്നേഹം പങ്കിടാം. ഏറ്റവും ഉയർന്ന, ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും ആഴമുള്ള ആ ദൈവസ്നേഹത്തെ ലോകത്തിലേക്ക് പങ്കിടാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു ചെറിയ ട്യൂണുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് പാടി, ഞാൻ പാടുന്ന റിപ്പീറ്റ് ചെയ്ത് പാടണം കേട്ടോ. ദൈവസ്നേഹം ഉയർന്നത്, ദൈവസ്നേഹം വലിയത്, ദൈവസ്നേഹം ആഴമത്, ദൈവസ്നേഹം പങ്കിടാം, ദൈവസ്നേഹം ഉയർന്നത്, ദൈവസ്നേഹം വലിയത്, ദൈവസ്നേഹം ആഴമത്, ദൈവസ്നേഹം പങ്കിടാം, ദൈവസ്നേഹം ഉയർന്നത്, ദൈവസ്നേഹം വലിയത്. ഞാൻ ദൈവ പൈതലാം, യേശുവിന്റെ കൂടെയുണ്ട്. ഞാൻ ദൈവ പൈതലാം, എന്നാലും എപ്പോഴും എല്ലാ നാളും എന്റെ ഹീറോ യേശു, എന്റെ ഹീറോ. എന്നാലും ആ കയ്യെ അടിച്ചു, നന്നായിട്ട് അടിച്ചത് പറഞ്ഞേ. സാത്താന്റെ നിന്റെ കൂട്ടും നിന്റെ കേരളമൊന്നും നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ലടാ, നിനക്ക് വേണ്ടതൊന്നും എന്റെ കയ്യിലില്ല. ടിക്ക ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക 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 ടിക്ക ടിക്ക ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക ചുക്ക ചിക്ക 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 ചോ. ടിക്ക 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 ഇനി ട്രിക്കൊന്നും വേണ്ട, ചിക്ക ചുക്ക ചിക്ക 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 ചോ. യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ ദൈവ പൈതല, യേശു എൻ്റെ കൂടെയുണ്ട്. എന്നാളും എപ്പോഴും എല്ലാ നാളും എൻ്റെ ഹീറോ യേശു, എൻ്റെ ഹീറോ. റെഡി, ആരംഭിക്കാം. യെസ്, റെഡി ആയിരിക്കുന്നു. ആരും പറഞ്ഞു കൊടുക്കരുത്, ആരോട് ചോദിക്കരുത്. കയ്യടി കൊടുക്കുന്നു, വെച്ചോളൂ. ആരോടും ചോദിക്കാൻ പാടില്ല, ആരും കണ്ണ് കാണിക്കാൻ പാടില്ല. കുഴപ്പമില്ല, തെറ്റുന്നത് വിഷയമുള്ള കാര്യമില്ല. ഇത് നമ്മുടെ ചലഞ്ചാണ്. നോക്കാം, വന്നോളൂ, ഫ്രണ്ടിലോട്ട് വന്നിട്ട് നോക്കിക്കോളൂ.
താങ്കൾ വെച്ചതെല്ലാം മുന്നോട്ട് വരൂ. തെറ്റിപ്പോയി. വാച്ച് ശരിയാണ്, വാച്ച് ശരിയാണ്. കിട്ടുന്നു 1000 പോയിന്റ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശൂന്യമായി കിടന്ന തകർന്നെന്ന് പറയുന്നിടത്തായിരിക്കും നിങ്ങളെ കൊണ്ട് ദൈവം ചിലത് തുടങ്ങുവാനിടയാക്കുന്നത്. നിങ്ങളുടെ ഈ പട്ടണത്തിൽ നെയ്യാറ്റിൻകരയിലും തിരുവനന്തപുരത്തും കേരളത്തിൻ്റെയും ഭാരതത്തിലെ ഓരോ കോണുകളിലും ദൈവം നിങ്ങളൊരു തുടക്കക്കാരനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എത്ര പേർ റെഡിയാണ്? കർത്താവേ, ഞാൻ അതിനു വേണ്ടി റെഡിയാണ്. ഈ സ്റ്റിക്കിന്റെ ഈ അറ്റത്ത് ഈ ഇതുണ്ടാകണം, എന്നിട്ട് ഇത് ബാലൻസ് ആക്കണം. മുമ്പേ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് അത് ലെവൽ ചെയ്യണം. റെഡിയാണോ? ഇനിയുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനിയാണ് എന്ത് ചെയ്യാം? പറയങ്ങോട്ട് എണ്ണാൻ പോകുന്നത്. അപ്പോൾ സാറിന് ഞങ്ങളൊരു 30 വരെ എണ്ണാം. അപ്പോൾ സാർ അത് ലെവലാക്കുക. ഓക്കെ, അപ്പോൾ റെഡി? 1 2 3 ഗോ. 1 2 3 4 എണ്ണ. 5 എണ്ണുന്നില്ലയോ? 6 7 8 9 10 പതുക്കെ മതി. 11 എണ്ണോക്കെ. സ്പീഡ് കൂടണ്ട. 22 30. സാറേ, ടൈം കഴിഞ്ഞിരിക്കുകയാണ് സാറേ. കുഴപ്പമില്ല. അപ്പോൾ ഒരുമിച്ച് നമ്മൾ പറയുന്നു, അടുത്ത കുഞ്ഞുങ്ങൾ പഠിച്ചോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? വാക്കുകൾ ഷഫിൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓർഡറിലാണ് പറഞ്ഞത്. അടുത്ത് ഞാൻ ആക്ഷൻ മാറി കാണിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായ വാക്കുകൾ പറയണം. നമ്മളൊന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? യെസ്, ഒരുമിച്ച് പോകുന്നു. ഞാൻ കാണിക്കുന്നതാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്നുകൂടെ ചെയ്യുന്നു. ഞാൻ ഭാരം ചുമക്കുന്നു. ഞാൻ ഭാരം ചുമക്കുന്നല്ല, ചുമക്കുന്നവരുമായുള്ളവരെ ഓക്കെ ആശ്വസിപ്പിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഓർഡറിൽ ചെയ്യുന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ He rose again, His love for me, everlasting now. His raised and deep, it never fades. His warm embrace, my fears have faded. Get up, get up. Oh, get up, get up, get up. And oh, get up, get up, get up. Get up, get up, get up. And shout, get up, get up, get up. And turn around. The day that the Lord has made, with every breath we'll praise Him more. Hey, this is the day that the Lord has made. Hey, with every breath we'll praise Him more. Gotta get up and turn around. Hey, gotta get up and dance around. Hey, gotta get up and jump higher. Hey, gotta get up and shout His name. അന്നാളിൽ ചിലർ പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ അത് ചെയ്തു, ഇത് ചെയ്തു. അന്നാളിൽ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരു ചോക്ലേറ്റ് കിട്ടിയില്ലേ പ്രശ്നമില്ല സഹോദരന്മാരെ, സഹോദരിമാരെ. സ്റ്റേജിൽ കയറിയില്ല, ഒരു ബുക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നിത്യതയിൽ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ട്രക്കിംഗ്. ഒരു മൗണ്ടൻ ടോപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും പരമപ്രധാനം നമ്മൾ ആ നിത്യതയിൽ എത്തി എന്നുള്ളതാണ്. എൻ്റെ യേശു നല്ലവൻ, എന്നെ എന്നും കാക്കുന്നവൻ. ഓർക്കെ എൻ്റെ യേശു നല്ലവൻ.
ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം ദും തരാരര ദും തരാരര ദും തരാരര ദും ദും തരാരര ദും തരാരര ദും തരാരര ദും ദും തരാരര ദും തരാരര ദും തരാരര ദും ഓ മേരാ യേശു 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 ओ मेरा यीशु ओ मेरा यीशु ओ मेरा यीशु യെസ്, സാന്ദ്രയാണ് എന്നോടൊപ്പം ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നിമിഷം എന്റെ കണ്ണുകളിലേക്ക് എനിക്കറിയാമായിരുന്നു സാന്ദ്ര ഏറ്റവും അവസാനം വരാൻ വേണ്ടി പോകുന്നത് വാച്ചായിരിക്കും എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് സാന്ദ്ര പറഞ്ഞ ചിന്തിച്ച അതിനെ റീഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ചെങ്ങായി കൂട്ടായി ഇഷ്ടായി എന്റെ സ്വന്തായി ചെങ്ങായി കൂട്ടായി ഇഷ്ടായി എന്റെ സ്വന്തായി ലക്കിടി ലക്കിടി ലാ ലക്കിടി ലക്കിടി ലാ ലക്കിടി ലക്കിടി ലാ 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 ലക്കിടി ലക്കിടി ലാ 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 ലക്കിടി ലക്കിടി ലാ 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 ലക്കിടി ലക്കിടി ലാ 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 വെളുവെളാന്ന് വെറുത്താലും കറകറാന്ന് കറുത്താലും എങ്ങനൊക്കെ ഇരുന്നാലും സ്നേഹിച്ചങ്ങായി ചെറുപറാന്ന് കാശുവേലും ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിച്ചങ്ങായി ചെങ്ങായി ചെങ്ങായി. നിങ്ങൾ വ്യത്യസ്തമായിട്ട് ദൈവം ഉപയോഗിക്കും. ഇതിനകത്ത് തന്നെ എത്രയോ പേരെ ദൈവം വ്യത്യസ്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വില്ലേജിന് വേണ്ടി ആയിരിക്കാം. ഒരുപക്ഷെ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടി ആയിരിക്കാം. ഒരുപക്ഷെ അതിനേക്കാളും അപ്പുറമായി ഒരു സ്റ്റേറ്റ് ലെവലിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചെന്ന് വന്നേക്കാം. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ഇതൊക്കെ നമ്മൾ പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരുമല്ലേ? ഇന്ന് കർത്താവ് നിങ്ങളെ നോക്കിയിട്ട് പറയുന്നു, സഹോദര സഹോദരി, എന്റെ ഹിതം എന്താണെന്ന് നിനക്കറിയാവോ? ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഇരിക്കുന്ന ആളുകളെ നോക്കി ഈവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടിയല്ല ഞാനും നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. മറിച്ച് ഞാനും നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയാ. I surrender. Lord, use me before I become useless. ഞാൻ ഉപയോഗശൂന്യമായി പോകുന്നതിന് മുൻപായി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ആ കരമുയർത്തി സ്വസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഈ വർഷത്തെ ഡെഡിക്കേഷൻ സോങ്
നമുക്കൊരുമിച്ച് ഒന്ന് പാടി നമ്മളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ക്രൂശിലേക്ക് ക്രൂശിലേക്കായി മരിച്ചവൻ പാപമെല്ലാം മകളെ തുറന്നടിയേ എന്റെ യേശു എന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവേ ഞാൻ ജീവിക്കുന്നു. എന്റെ സ്നേഹിതൻ യേശുവാ. ചേർന്ന് പാടാം. എന്റെ പ്രാണൻ ശബ്ദമുയർത്തി യേശുവേ എന്റെ ജീവൻ യേശുവാ. എന്റെ സർവ്വവും യേശു. ഒരേ കൂടെ എന്റെ സ്നേഹിതൻ യേശുവാ. എന്റെ സ്നേഹിതൻ എന്റെ പ്രാണൻ യേശുവാ. എന്റെ ജീവൻ യേശുവാ. എന്റെ സർവ്വവും യേശുവാ. എന്റെ സർവ്വവും യേശുവാ. നമ്മുടെ നെയ്യാറ്റിങ്കര ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സൽ VBSന്റെ 2025 ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ രജികുമാർ പാസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്ന 1-2 വാക്കുകൾ നമ്മുടെ ഈ വർഷത്തെ ട്രെയിനിങ്ങിൻ്റെയും VBSന്റെ കാര്യങ്ങൾ പറയുന്നു. പാസ്റ്റർ പറയാം എങ്ങനെ അനുഭവങ്ങൾ, പാട്ടുകൾ, അതോടൊപ്പം നമ്മുടെ സിലബസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാം. സാറേ, എല്ലാ വർഷത്തേക്കാളും ഇപ്പോഴത്തെ സിലബസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിലബസാണ്. നല്ല പാട്ടുകൾ, നല്ല ആക്ഷൻ, നല്ല അഭിപ്രായമുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട്. മുൻ വർഷങ്ങളെക്കാൾ ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ ഇത് റീച്ച് ചെയ്യാനും ഞങ്ങൾക്ക് കുറേ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാനുള്ള നല്ലൊരു സുവർണ്ണ അവസരം തന്നെയാണ്. മറ്റ് ഏത് VBSനെ അപേക്ഷിച്ചും എക്സൽ VBS നമ്പർ 1 തന്നെയാണ്. താങ്ക് യു പക്ഷേ താങ്ക് യു. VBS വളരെ നന്നായിരുന്നു. ഞാനും പങ്കെടുത്തു. നല്ല അനുഗ്രഹമായിട്ടുണ്ട്. ആക്ഷൻസും സോങ്സും മറ്റെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഈ വർഷത്തെ കേസറ്റിൽ ഞാനും കളിക്കുന്നുണ്ടായിരുന്നു. എനിക്കും നല്ലൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. വളരെ മനോഹരമായി ട്രെയിനിങ്ങിന് ഇങ്ങനെ കാഴ്ചവെക്കാൻ നിന്ന ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ എങ്ങനെ ഒരു പള്ളിയിൽ പോയി എങ്ങനെ VBS എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് VBS നവ്യാനുഭവമായി തന്നെ പറയുവാനും പഠിപ്പിക്കാൻ വന്ന ഡയറക്ടർമാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ബാലിശമായ കാര്യങ്ങൾ കുഞ്ഞു മക്കളെങ്ങനെയാണോ അതുപോലെ നമുക്ക് പറഞ്ഞു തരാൻ അവർക്ക് ദൈവം അവരിലൂടെ നമുക്ക് സാധ്യമായി. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന പള്ളിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്വമായ നിർദ്ദേശം ഡയറക്ടർമാരിലൂടെ നമുക്ക് ലഭിച്ചു. അതിന് നന്ദി പറഞ്ഞു. മൈക്ക് കോമ്പസ് എന്ന തീം കേരളത്തിലൊട്ടാകെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുവാൻ ഡയറക്ടേഴ്സ് വളരെ ആവശ്യകത നേരിടുന്നു. ചിലരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ചില ആളുകൾ ചോദിക്കാം. നമ്മുടെ കിരണിയ ഈ വർഷത്തെ VBSന് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുമുണ്ട്. നമ്മുടെ VBSൽ പങ്കെടുത്തുകൊണ്ട് ഈ വർഷത്തെ ട്രെയിനിങ് എങ്ങനെയുണ്ട് പറഞ്ഞോ? വളരെ അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവകൃപയിൽ കൊണ്ടുവരാമെന്നുള്ള അപ്രകാരമുള്ള തീമും അതോടൊപ്പം തന്നെ നല്ല ആക്ഷൻ സോങ്ങുകളും ഇപ്രാവശ്യം കുഞ്ഞുങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാൻ പറ്റുന്ന ഒരുപടി വിഭവങ്ങൾ എക്സൽ ടീം നമുക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായ കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മളിവിടെ ഈ ആൻറ്റിയുണ്ട്. ആൻറ്റിയുടെ അഭിപ്രായങ്ങളൊക്കെ ട്രെയിനിങ് എങ്ങനെയുണ്ട്? ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ട് എങ്ങനെയുണ്ട്? ട്രെയിനിങ് സൂപ്പറാണ്. എല്ലാ വർഷത്തെക്കാളും ഏറ്റവും നല്ല പാട്ട്, ആക്ഷൻ, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്നലെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒന്നാണ്. ഇന്നലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ഉറക്കം പോലും വരാതെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. വളരെ അനുഗ്രഹം, സന്തോഷം. പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് തുടർന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ ഇവരിൽ നിന്ന് നമുക്ക് കേൾക്കാം ഈ വർഷത്തെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളോട് ചോദിക്കുകയാണ്. ഓരോ വാക്കിൽ എല്ലാവർക്കും അഭിപ്രായം പറയാം കേട്ടോ. കൊള്ളായിരുന്നു. പാട്ടുകളൊക്കെ എങ്ങനെയുണ്ട്? പാട്ടുകളൊക്കെ അടിപൊളി പാട്ടുകളാണ്. ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻസ് സൂപ്പർ ആക്ഷൻസ് ആണ്. ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ട് എന്ത് തോന്നി? ഈ വർഷം വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കഴിഞ്ഞ 17 വർഷം കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നു. പക്ഷേ ഈ വർഷം വളരെ വ്യത്യസ്തമാണ്. ക്ലാസ്സുകളെല്ലാം നല്ലതായിരുന്നു. ഓക്കെ, ഭാഷ പങ്കെടുക്കുന്നു. ഭാഷ ഒരുപാട് വളരെ ഗംഭീരമാണ് ഇപ്പോഴത്തെ VBS. ഈ വർഷത്തെ സിലബസ് എങ്ങനെയുണ്ട്? മൈക്ക് കോമ്പസ് എന്ന സിലബസ് നല്ല സിലബസാണ്. കുഞ്ഞുങ്ങളെ കുറെ കൂടെ ക്രിസ്തുവിൽ നേടാനായിട്ട് സാധിക്കുന്ന റിസോഴ്സും പാഠങ്ങളും ഒക്കെയാണ്.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ഒത്തിരി ആളുണ്ട്. ഇവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ വർഷത്തെ VBSന്റെ പരിശീലനം എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടി പോവാം. ഈ വർഷത്തെ VBS പരിശീലനം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പാട്ടുകളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഹിന്ദി സോങ് ആയിരുന്നു. ഹിന്ദി സോങ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ എങ്ങനെയുണ്ട് ഈ വർഷം തീം, മൈ കോമ്പസ് എന്ന തീം? സൂപ്പർ. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? പാട്ടുകളാണോ? എല്ലാം ഒന്നിനൊന്നും നല്ല മെച്ചമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ ഈ വർഷത്തെ ട്രെയിനിങ് എങ്ങനെയുണ്ട്? ഈ വർഷത്തെ ട്രെയിനിങ് നന്നായിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എന്നാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രാവശ്യം ഞാൻ കാണും. എവിടെ സ്ഥലം? എൻ്റെ സ്ഥലം നെയ്യാറ്റിങ്ങര, പാവച്ചമ്പലം. പാവച്ചമ്പലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പടപടപട എന്നുള്ള പാട്ടാണ്. ടൈറ്റിൽ സോങ് ആണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ചോദിക്കാം, ഇവിടെ പേരെങ്ങനെയാ? പേര് ആൻസി. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് VBS ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എല്ലാം ഏകദേശം എല്ലാം നല്ല പ്രോഗ്രാമുകളാണ്. പിന്നെ അധികം തീം എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയുക. ഇഷ്ടപ്പെട്ടു, ട്രെയിനിങ് ഇഷ്ടപ്പെട്ടു. സൂപ്പർ, താങ്ക് യു. അപ്പോൾ ഇവരോട് ചോദിക്കാം ഈ വർഷത്തെ ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എല്ലാം ഈ വർഷത്തെ ട്രെയിനിങ് പറഞ്ഞോ? സൂപ്പറായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഏകദേശം എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവര് 4 പേര് നമ്മുടെ ട്രെയിനിങ്ങിൽ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. യെസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ ഏതാണ്? യേശപ്പ പിള്ള എന്നുള്ള പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വർഷത്തെ തീം എങ്ങനെയുണ്ട്? ഈ വർഷത്തെ തീം നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ വർഷത്തെ VBSന്റെ നെയ്യാറ്റിങ്കലിലെ പരിശീലനം വളരെ മനോഹരമായിരിക്കുന്നു. നമ്മുടെ കൂടെ 3 കൂട്ടുകാരുണ്ട്. ഇവരെ പരിചയപ്പെടാം. പേര് പറഞ്ഞു? സാന്ദ്ര. ഇവർ 3 പേരും നമ്മുടെ ഈ വർഷത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്താണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ തീം എങ്ങനെയുണ്ട്? അടിപൊളി തീമാണ്. ഈ വർഷത്തെ പാട്ടുകൾ സീനാണ് പാട്ട്. അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ? യെസ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരുണ്ട്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ ട്രെയിനിങ്? യെസ്. എങ്ങനെയുണ്ട് ട്രെയിനിങ്? പറഞ്ഞു. എങ്ങനെയുണ്ട് ട്രെയിനിങ്? അടിപൊളി ട്രെയിനിങ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഞാൻ യേശപ്പ പിള്ള എന്നുള്ള പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വർഷത്തെ തീം എങ്ങനെയുണ്ട്? അടിപൊളി തീം. VBS നടത്തുമോ ഈ വർഷം? യെസ്, VBS നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സാംസാറിലേക്ക് പോകുന്നു. സാംസാർ, നമ്മുടെ ഈ വർഷത്തെ ട്രെയിനിങ് എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിരുന്നു. എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി എടുത്ത് ഇത് മാറുന്നത് വളരെ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു വളരെ മുതൽക്കൂട്ടായി മാറട്ടെ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ നെയ്യാറ്റിങ്കലിലെ ട്രെയിനിങ് വളരെ ആവേശകരമാണ്. മൈ കോമ്പസ് എന്ന തീം വെച്ചിട്ടുള്ള ഇവിടുത്തെ ട്രെയിനിങ്ങിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. കേരളം ഒട്ടാകെ ആഞ്ഞടിക്കുകയാണ് നമ്മുടെ തീം. ആളുകൾ ഏറ്റെടുക്കുന്നു. നിങ്ങൾക്കും ഈ VBS പ്രവർത്തനങ്ങളുടെ ഭാഗമാകാം. നിങ്ങളുടെ ചർച്ചിൽ ഒരു VBS ക്രമീകരിക്കാം. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.